എല്ലായിടങ്ങളിലും അങ്ങനെയാണെങ്കിൽ, അതായത് ഈ നിസ്കാരത്തിനായാലും ഒക്കെ പള്ളികളിലും സ്ത്രീകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് കയറാനൊക്കെയുള്ള അനുമതി, അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അല്ല. ഈ വിഷയം കൂടി ചർച്ച ചെയ്യാമല്ലോ. ആ വിഷയം ആരാ പറഞ്ഞത്? നമുക്ക് വേറെല്ലാം പറയാം. അല്ല, ഞാൻ പറഞ്ഞതാണ് താങ്കളോട്. താങ്കൾ ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ആ വിഷയത്തിൽ അഭിപ്രായം കൂടി അറിയാൻ. സ്വാമി സച്ചിദാനന്ദം പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞൊരു വിഷയമല്ലേ? അല്ല, അത് എനിക്ക് മനസ്സിലായി. താങ്കൾ പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഹിന്ദു മതത്തിൽ മാത്രം ഒട്ടും പുരോഗമനമില്ലാത്ത ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഹിന്ദുമതത്തിലല്ലേ ഏറ്റവും കൂടുതൽ പുരോഗമനം ഉണ്ടായത്? അത് താങ്കൾ പക്ഷെ പറഞ്ഞില്ലല്ലോ. താങ്കൾ പറഞ്ഞു വന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയാണ്? ഇതൊക്കെ മാറ്റിമറിക്കേണ്ടതാണ്. അവകാശം ഏറ്റെടുക്കുക. ഞാനൊരു ഹിന്ദു അല്ലേ ആ അർത്ഥത്തിൽ? ഹിന്ദു ആണെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ മാനിക്കുന്ന, താങ്കൾ പറഞ്ഞല്ലോ കൊണ്ട് അമ്പലത്തിൽ പോകാറില്ല എന്ന്. താങ്കൾ അവസാനം ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെ ഏറ്റവും കൂടുതൽ പോയത് അമ്മയുടെ കൂടെ നിർബന്ധപൂർവ്വം പോയതാണ്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? താങ്കൾ പറഞ്ഞത് എനിക്കറിയാം. തട്ടിപ്പാണല്ലേ? ഞാൻ സത്യസന്ധമായി നിർബന്ധപൂർവ്വം എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള എല്ലായിടങ്ങളിലും പുരോഗമനം. ശബരിമലയിൽ പോകുന്ന സമയത്ത് എനിക്ക് വളരെ താല്പര്യമുള്ളൊരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ ദർശനത്തിന് പോകുന്ന സമയത്ത് ട്രൗസർ ഇട്ട് വരുന്ന അയ്യപ്പന്മാരെ കണ്ടൂടെ? അവിടെ എന്താ പ്രശ്നം? അവിടെ ഈ ചക്രം പ്രവർത്തിക്കുന്നില്ലേ? അവിടെ നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്ന കറുപ്പ് വസ്ത്രവും ഇഷ്ടമുള്ള വസ്ത്രവും, കറുപ്പ് വസ്ത്രമാണ് കൂടുതൽ ധരിക്കുന്നതെങ്കിൽ ഏത് വസ്ത്രവും ധരിച്ച് അവിടെ വരാം. പോലീസുകാരെ നിൽക്കുന്നത് മറ്റൊരു വേഷത്തിലാണ്. അതൊക്കെ സ്വാഭാവികമായും അതൊക്കെ ഓരോ വിശ്വാസികളുടെ ചോയ്സായി മാറേണ്ടതാണ്. പക്ഷേ പ്രശ്നം നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഇല്ലാതാവുന്നത്. ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം. നോക്കൂ, ഹിന്ദുമതത്തിലെ ഒരു അനാചാരത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. മുത്തലാഖിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാ? ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായി. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഇവിടെ നമ്മൾ എന്താ സംസാരിക്കുന്നത്? ഇവിടെ അനാചാരങ്ങൾ എവിടെയാണെങ്കിലും അത് അവസാനിപ്പിക്കപ്പെടണം. എനിക്ക് അത്രേ ഉള്ളൂ പോയിന്റ്. 100% ഞാൻ യോജിക്കുന്നു. ഇതാണ് നമ്മളിപ്പോൾ പുരോഗമനം എന്ന് വിഷയം. എന്താ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ വിഷയമാണ്. ഇനി മുത്തലാഖ് വരുമ്പോഴും നമ്മൾ എന്താണ് വഖഫിന്റെ വിഷയം വരുമ്പോഴും നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുക. നിങ്ങൾ അങ്ങനെയാണ് മറ്റൊരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുക. അത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യരുതെന്നുള്ളൊരു ശാഠ്യമല്ലേ? ഇന്നലെ സനാതന ചർച്ച നടക്കുന്ന സമയത്ത് വി മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം, ഖുറാനുമായി ബന്ധപ്പെട്ട്, പരിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് എന്തെങ്കിലും വിമർശനങ്ങൾ പറയാൻ ധൈര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ ഈ മുസ്ലിം സമുദായത്തിനകത്ത് നടന്നിരുന്ന ഒരു ദുരാചാരത്തെ പറ്റി അതിശക്തമായി പ്രതികരിച്ച പിണറായി വിജയനാണ്. ബോഡി വേസ്റ്റ് എന്നുള്ള പ്രയോഗം നടത്താൻ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ധൈര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ആ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം സ്മൃതി, നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ വിഷയത്തിലെ ഒരു അനാചാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത മറ്റൊരു വിഷയം ചോദിക്കുന്നു. അല്ല, അനാചാരം എന്ന് പറയുന്നത് എവിടെയാണ് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് മതത്തിൽ ആ അനാചാരം ഒന്ന് ചൂണ്ടിക്കാണിക്കുക. വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള അനാചാരം എന്ന് പറയുന്നത്, താങ്കൾ ഇപ്പോൾ പറയുന്നത് ഈ തരത്തിൽ ഷർട്ടിടാതെ പോയാൽ, ഷർട്ടിട്ട് പോയുള്ള ദർശനമാണ് യഥാർത്ഥത്തിൽ നല്ലത്. താങ്കൾ വിശേഷിപ്പിക്കരുത്. താങ്കൾ ഭക്തനെന്ന് വിശേഷിപ്പിക്കരുത്. താങ്കളുടെ ഭക്തിയുടെ അളവുകോൽ എന്താണെന്ന് എനിക്കറിയാം. താങ്കൾ ഞാൻ അളക്കാനൊന്നും ഇല്ലില്ല. ആ മീറ്റർ കൊണ്ട് നടക്കുന്ന പാർട്ടി ഒരിക്കലും താങ്കൾ അനാവശ്യ കാര്യങ്ങൾ എന്റെ വായിലേക്ക് ഒന്ന് നോക്കട്ടെ. താല്പര്യമില്ല. നിങ്ങളാണ് പറഞ്ഞത് എന്റെ ഭക്തി നിർബന്ധപൂർവ്വമാണ്, എന്റെ ഭക്തി ഇതാണ്. പുരോഗമനപരമാണ്. ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്, പുരോഗമനപരമാണ് എന്നുള്ള ഞാൻ നിലപാട് എടുത്തപ്പോൾ തന്നെ അതെങ്ങനെയാണ് പുരോഗമനപരം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് എന്റെ അഭിപ്രായം മറ്റൊന്നാക്കി സ്ഥാപിക്കാൻ ആദ്യം ശ്രമിച്ചത് താങ്കളല്ലേ? ഞാൻ പറഞ്ഞത് വസ്തുതാപരമായിട്ടല്ലേ? ഞാൻ വസ്തുതാപരമായി എല്ലാ മതങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാൻ കഴിയണം. അതാണ് പുരോഗമനം. എല്ലാ മതങ്ങളെ കുറിച്ചും, എല്ലാ മതങ്ങളിലും പുരോഗമനം വരണം. എല്ലാ മതങ്ങളിലും പുരോഗമനം വരണം. എല്ലാ മതങ്ങളിലും പുരോഗമനം വരണം. സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത് മാത്രമല്ല, നമ്മൾ സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത് മാത്രമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ സ്വാമി സച്ചിദാനന്ദന്റെ വാചകങ്ങളെ മാത്രം വെച്ചുകൊണ്ടാണല്ലോ പറയേണ്ടത്. പക്ഷേ സനാതന ധർമ്മത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിലേക്ക് മാഡം പോയി. അപ്പോഴൊന്നും ഈ ഇടപെടൽ കണ്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തും പറയാം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം അതാണ് താങ്കൾ നടത്തുന്നത്. അതിനോട് സുജയ, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വാമി സച്ചിദാനന്ദൻ പറയും. ഞാൻ ഈ ഒരു വാചകം പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കാൻ എന്താണ്? പൊട്ടിത്തെറിക്കുന്നതല്ല, നിങ്ങൾ പറഞ്ഞ അസംബന്ധമാണ്. എന്റെ ഭക്തി നിങ്ങൾക്ക് അളക്കാനുള്ള ഒരു അവകാശം. വിവേകാനന്ദന്റെ ഭക്തി ആയിരിക്കില്ല
ഈ കേരള നാട്ടിൽ അന്ന് ജീവിച്ച ഒരു ഭ്രാന്തനായ ഒരു ഫനാറ്റിക്കിനുള്ളത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഒരു ഭ്രാന്തനായ മതമൗലികവാദിക്കുള്ള ആശയമായിരിക്കില്ല ഒരു ഭക്തനായിട്ടുള്ള ഒരു ശബരിമലയിൽ അയ്യപ്പനുണ്ടാവുക. അതായിരിക്കില്ല ഗുരുവിനുണ്ടാവുക. അതാണ് ആ വന്ദനം എന്ന് പറയുന്നത് അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ ആ ദൈവവും ഇറങ്ങിപ്പോകും, ആ മനസ്സിൽ നിന്ന് ഭക്തി ഇറങ്ങിപ്പോകും. അതാണ് അപര മനുഷ്യനെ. നിങ്ങൾ ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പുറത്തെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയലാണ്, അവനെ കുറിച്ച് ദ്രോഹിക്കൂ എന്ന് പറയലല്ല. അതിനുശേഷം മാഡവും സംസാരിച്ചതിന് ശേഷമാണ് താങ്കൾ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് 100% ഞാൻ പിന്തുണ കൊടുക്കുന്നു. എന്റെ ശതമാനം കണക്ക് അളക്കേണ്ടത് ഡോക്ടർ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഡോക്ടർ അരുണാകരൻ ഞാൻ ഭക്തിയുടെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ പിന്തുണയാണ് സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യത്തിൽ. സ്മൃതിക്ക് പൂർണ്ണ പിന്തുണയാണ് സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യത്തിൽ. താങ്കൾക്ക് വിയോജിക്കാം, താങ്കൾക്ക് പിന്തുണ പിൻവലിക്കാം, അതൊക്കെ താങ്കളുടെ അഭിപ്രായം, അതൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ പറഞ്ഞതിനെ മറ്റു സമുദായവുമായിട്ട് ഈ ഘട്ടത്തിൽ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. തീർച്ചയായും ആർക്കാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്? എല്ലാ സമുദായത്തിലും വരണം. പക്ഷേ സമുദായത്തിൽ എവിടെയാ ഉള്ളത് പറയും. എല്ലായിടത്തും വരണം. മറ്റേത് വിഷയത്തിലാണ് നിങ്ങൾ ക്ലബ് ചെയ്യുന്ന പറയും? എല്ലായിടത്തും പുരോഗമനം വരണമെന്ന് പറയൂ. ഏത് മതത്തിലാണ് മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട വിഷയമുള്ളത്? നമുക്ക് ചർച്ച ചെയ്യാം. പറയൂ, ഏത് മതത്തിലാണ്? ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചാണോ പോകുന്നത്, അതോ താങ്കൾ കറുത്ത പാന്റും കറുത്ത ഷർട്ടും ഇട്ടാണോ പോകുന്നത്? മനസ്സിലായില്ല. ഹജ്ജ് നിർവഹിക്കാൻ പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചു തന്നെയല്ലേ പോകുന്നത്? പറയുന്നത് ഇന്ത്യയിലെ കാര്യമാണോ സൗദിയിലെ കാര്യമാണോ? വിശ്വാസത്തിന്റെ കാര്യമാണല്ലോ താങ്കൾ പറഞ്ഞത്. സൗദിയിലെ കാര്യം. കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരും എങ്ങനെയാണ്? അതിന് ഓരോന്നിനും നിഷ്കർഷയുണ്ട്. ആ നിഷ്കർഷ അനുസരിച്ചാണ് മതേതര സമൂഹമായ ഇന്ത്യയിലെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. ഒരു മതപരമായ സൗദി പോലെ ഒരു റിലീജിയസ് ആയ ഒരു രാജ്യത്തിലെ ഒരു ആചാരത്തെ കുറിച്ച് കേരളത്തിലിരുന്ന് ഞാൻ ഹജ്ജിലെ ഡ്രസ്സ് മാറണമെന്ന് പറയുന്നത് എന്താ സംബന്ധമാണ്? ആ സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാ മഹാതന്ത്രിമാരും ഈ വിഷയത്തിൽ ഒരു അനുകൂല നിലപാട്. പക്ഷേ ഗുരുദേവനെയാണ് പറയുന്നതെങ്കിൽ ഗുരുദേവൻ ഒരിക്കലും ഷർട്ട് ധരിച്ചിട്ടില്ല എന്നുള്ളത് താങ്കൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഗുരുദേവൻ അവിടുത്തെ സന്യാസിമാരിൽ മേൽമുണ്ട് ധരിക്കുന്നവരുമുണ്ട്, അതുപോലെ ഷർട്ട് ഇടുന്നവരുണ്ട്, അതായത് അവരുടെ പ്രത്യേക തരത്തിലുള്ള കുർത്ത ഇടുന്നവരുമുണ്ട്. താങ്കൾ ശിവഗിരിയിൽ പോയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അതറിയാം. അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്, ഓരോരുത്തരും സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ സ്മൃതി മാഡം ഇന്ന് ഈ വിഷയത്തിൽ അവർ പറഞ്ഞ ആ കാര്യത്തിൽ മേൽവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ അല്ല ഡോക്ടർ അരുൺ, ചിലയിടങ്ങളിൽ മാത്രമുള്ളതിനെ പൊതുവെ എല്ലായിടങ്ങളിലും ഇങ്ങനെയാണെന്ന് ശരിയല്ല. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. വസ്തുതാപരമായി നമ്പർ 2 താങ്കൾ പറഞ്ഞ തെറ്റ്. ഞാൻ എല്ലാ ക്ഷേത്രങ്ങളും എന്നല്ല പറഞ്ഞത്, ചില ക്ഷേത്രങ്ങൾ. ആ ചില ക്ഷേത്രങ്ങളിൽ മാറണ്ടേ? അതാണ് ചോദ്യം. ചില ക്ഷേത്രങ്ങളിൽ മാറണോ എന്നുള്ളത് അവിടെ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു? കാരണം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ചിട്ടവട്ടമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. താങ്കൾ രണ്ടിടത്തും പോയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ. അപ്പോൾ ചിട്ടവട്ടങ്ങൾ തീരുമാനിക്കുന്നത് പറയേണ്ടത്. ഇക്കാര്യത്തിൽ ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ച ഇടങ്ങളിൽ ആദ്യം ഇത് എന്നാണ് പറയുന്നത്. ക്ഷേത്രമല്ല ശ്രീനാരായണ ക്ഷേത്രം. കേട്ടോ, ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളാണ് ഉദ്ദേശിച്ചത്. 40ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമുണ്ട്, ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമുണ്ട്. അവിടെ ഒന്നും തന്നെ പുരുഷഭക്തന്മാരായിട്ടുള്ള ആളുകൾ വസ്ത്രം ധരിച്ച്, ഞാൻ പറഞ്ഞു പറയല്ലേ, എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഞാൻ പോകുന്നു. ബൈ ബൈ.